السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. باب ما جاء في صفة سيف رسول الله صلى الله عليه وسلم. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. നബി തങ്ങൾക്ക് 8 വാളുണ്ടായിരുന്നു എന്നാണ്. ഓരോ വാളിനും ഓരോ പേരൊക്കെ ഉണ്ട്, ഓരോരുത്തർ സമ്മാനമായി കൊടുക്കുന്നതൊക്കെയാണ്. നബി തങ്ങളുടെ വാളിൻ്റെ പിടിയെക്കുറിച്ചാണ് പറയുന്നത്. കാനത്ത് ഖബീഅത്തു സൈഫ് റസൂലില്ലാഹി മിൻ ഫിദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളിൻ്റെ പിടിമലുണ്ടാകും, കൈയൊക്കെ വഴുതി പോകാതിരിക്കാൻ വെക്കുന്ന ഒരു വട്ട്, ഒരു കൊക്ക മാതിരി സാധനം, അത് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. മക്ക വിജയത്തിൻ്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവേശിച്ചപ്പോൾ വാളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, വെള്ളി ഉണ്ടായിരുന്നു. കുറച്ച് ആഡംബരപൂർവ്വം തന്നെ അവിടെ പ്രവേശിച്ചു. ബാബു മാ ജാ ഫീ സിഫത്തി ദിറഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാള് ബനു ഹനീഫ ഗോത്രക്കാർ നിർമ്മിക്കുന്ന വാള് അറബികളെ കൂട്ടത്തിൽ വളരെ മുന്തിയ വാളാണ്. അത്തരം ഒരു വാളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള്. ദുൽഫുഖാർ എന്ന് പറയുന്ന വാളൊക്കെ കേട്ടിട്ടില്ലേ? ദുൽഫുഖാർ വാള് എപ്പോഴും നബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാളാണ് ദുൽഫുഖാർ എന്ന് പറയുന്നത്. നബി തങ്ങളുടെ പടയങ്കിയെക്കുറിച്ചാണ് പറയുന്നത് അടുത്തത്. പടയങ്കി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ ധരിക്കുന്ന ഇരുമ്പിൻ്റെ കുപ്പായാണ്. ശത്രുക്കളുടെ വെൽറ്റേൽക്കാതിരിക്കാൻ വേണ്ടി 2 സാധനം ധരിക്കും. ഒന്ന് ഇരുമ്പിൻ്റെ ഒരു കുപ്പായം, ഒന്ന് കുപ്പായത്തിന് ദിറഅ് എന്നാണ് പറയാം, മറ്റൊന്ന് മിഗ്ഫർ എന്ന് പറയും, തലയിൽ ധരിക്കുന്നതിന്, പടത്തൊപ്പി എന്നതിന് പറയാം. നബി തങ്ങൾ അതൊക്കെ ധരിച്ചിരുന്നു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വേദനം, കാന അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഉഹുദിൻ ദർആനി. ഉഹുദ് യുദ്ധത്തിൻ്റെ അന്ന് വളരെ കടുത്ത യുദ്ധമാണല്ലോ. ബദർ യുദ്ധത്തിന് പകരം വീട്ടാൻ വേണ്ടിയാണ് മക്കക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ കടുത്ത യുദ്ധമായിരുന്നു. 3000 ആൾക്കാരായിരുന്നു അവർ വന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഇരുമ്പിൻ്റെ കുപ്പായം ധരിച്ചിരുന്നു. നബി തങ്ങൾക്ക് പരിക്കേറ്റു, മാരകമായ പരിക്കേറ്റു. തലയിലും മുഖത്തൊക്കെ കുത്തേറ്റിട്ടും വെട്ടേറ്റിട്ടൊക്കെ രക്തമൊഴുകി ആകെ ക്ഷീണിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് ഒരു പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറണം, ഒരു ഉയരമുള്ള സ്ഥലത്തേക്ക് നേതൃത്വം കൊടുക്കുകയാണല്ലോ യുദ്ധത്തിന്. ഫനഹദ ഇല സ്വഖറ, ഒരു പാറക്കല്ലിന് മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഫലമേസ്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചില്ല. യുദ്ധത്തിൻ്റെ കാഠിന്യം, ആ ഇരുമ്പിൻ്റെ പടക്കുപ്പായൊക്കെ അവിടെ ധരിച്ചിട്ടായിരിക്കും. പിന്നെ രക്തം പാർന്നു പോയി, നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ഫഅഖഅദ തൽഹത തഹ്തഹു വസഅദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു നബിനെ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അവരിരുന്നു. അദ്ദേഹത്തിൻ്റെ തോളിൽ അല്ലാഹുവിൻ്റെ റസൂൽ കയറി. അങ്ങനെ ആ വലിയ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറി. ഉഹുദിലൊക്കെ പോകുന്ന ആളുകൾക്ക് കാണാം, വലിയ വലിയ പാറക്കല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഉഹുദ് എന്ന് പറയുന്നത്. അപ്പോൾ സൈന്യത്തിനെ നിരീക്ഷിക്കാനും ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് പല ഉദ്ദേശവും ഉണ്ടാവും. ഒരു വലിയ പാറക്കല്ലിൻ്റെ മുകളിൽ ഒരാൾക്കൊന്നും ചാടി കയറാൻ പറ്റാത്ത പാറക്കല്ലാണ്. മഹാനായ തൽഹത്ത് റളിയല്ലാഹു അൻഹു വളരെ ധൈര്യപൂർവ്വം വന്നിട്ട് അദ്ദേഹത്തെ വാഹനമാക്കി നബി അദ്ദേഹത്തിൻ്റെ തോളിൽ കയറുന്നു, എണീറ്റുന്നു. അദ്ദേഹം എണീറ്റുന്നപ്പോൾ റസൂലുള്ളാഹി പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറി. അന്ന് തൽഹ റളിയല്ലാഹു അൻഹുവിന് വെട്ടേറ്റ എണ്ണത്തിന് കണക്കില്ല. നബിൻ്റെ നേരെ മുന്നിലിങ്ങോട്ട് വന്നിട്ട് എല്ലാ അമ്പുകളും വെട്ടും കുന്തത്തിൻ്റെ കുത്തും എല്ലാം അദ്ദേഹം ഇങ്ങനെ തടുക്കുകയായിരുന്നു എന്നാണ്. ശരീരത്തിൽ മുറിവില്ലാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ പരിപാടി, നബിനെ രക്ഷിക്കാൻ വേണ്ടി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, ഔജബ തിൽഹ, തിൽഹക്ക് സ്വർഗം പാസ്സായിട്ടുണ്ട് എന്ന്, സ്വർഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് പടക്കുപ്പായം ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ടാണ്. നമ്മൾ ശത്രുക്കളായിട്ട് നേരിടുമ്പോൾ അള്ളാൻ്റെ ഖദറും ഖദാവൊക്കെ നേരിട്ടിട്ട് തോക്കും വെടിയും ഒന്നും എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട എല്ലാ മുൻകരുതലുകളും ചെയ്യണം. വാളിന് വാൾ വേണം, പ്രതിരോധിക്കാനുള്ള എല്ലാം വേണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. എന്നാലും അള്ളാൻ്റെ ഖദർ ഖദാ ഉണ്ടെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യും. എന്തെടുക്കും? ചിലപ്പം വിജയം നടക്കും, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. പക്ഷെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിനെ നമുക്ക് മനസ്സിലാകുന്നത്. ബാബുമാ ജാഫി സിഫത്തി മഗ്ഫരി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പടത്തൊപ്പിയെക്കുറിച്ചാണ് പറയുന്നത്. തലയിൽ ധരിക്കുന്ന വാളുകൊണ്ടൊക്കെ തലക്ക് വെട്ടി ഉണ്ടെങ്കിൽ ആ ഇരുമ്പിനാക്കുള്ള തലക്ക് പരിക്കറ്റില്ല. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് പ്രവേശിച്ചപ്പോൾ നബിൻ്റെ അടുത്തെന്തുണ്ട്? നബിൻ്റെ തലയിൽ ഒരു മഗ്ഫർ ഉണ്ടായിരുന്നു, ഒരു മഗ്ഫർ. ഫഖീല ലഹു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ ഇബ്നു ഖത്തൽ കേട്ടോ എന്ന് പറഞ്ഞു. നബിൻ്റെ വലിയൊരു ശത്രുവാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു ഇബ്നു ഖത്തൽ. മുതാല്ലിഖും ബി അസ്താരിൽ കാബ, അയാൾ കാബൻ്റെ വിരിയിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, അഭയത്തിന് വേണ്ടി, കൊല്ലാതാക്കാൻ വേണ്ടി. മക്കാ വിജയം, ശത്രുക്കൾ തോറ്റതാണല്ലോ. അപ്പോൾ നബിനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞിരുന്നു, 4 ആൾക്കാരെ പേര് പറഞ്ഞിട്ട്, ഈ 4 ആൾക്കാരെ ഞങ്ങൾ കണ്ടാൽ കൊന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ഫ്രീ കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു, എല്ലാവരെയും വെറുതെ വിട്ടു. മക്കക്കാർ മൊത്തം നബിനെ ആക്രമിച്ചിട്ടുണ്ട്, ആണും പെണ്ണും സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായ ആളുകളൊക്കെ മദീനയിലേക്ക് ഹിജ്റയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ആൾക്കാർ വല്ലാതെ ഉപദ്രവം ചെയ്തതിന് ആൾക്കാരായതുകൊണ്ട് നബി പറഞ്ഞു, മസ്ജിദുൽ ഹറാമിൽ കയറിയവർക്കൊക്കെ രക്ഷയുണ്ട്, ഒരാരെയും ഒന്നും ചെയ്യണ്ട. അബൂ സുഫിയാൻ്റെ വീട്ടിൽ കയറിയവർക്കും രക്ഷയുണ്ട് എന്നൊക്കെ നബി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും 4 ആൾക്കാർ ഒഴിവാക്കിയത്. ഇബ്നു ഖത്തൽ. അപ്പോൾ നബിനോട് ആരോ പറഞ്ഞു, നബി ഇബ്നു ഖത്തൽ അതവിടെ ആ കാബൻ്റെ ആ കില്ലമേ പിടിച്ച് തൂങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ഖുത്തുലു, ഓനെ ഒന്നാളെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ കൊല്ലപ്പെടാൻ പല കാരണമുണ്ട്. അതിന് മുമ്പ് പറയാം, ആ പാറക്കല്ലിൻ്റെ മുകളിൽ കയറ്റിയപ്പോഴേ സ്വഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. കാരണം നബി കൊല്ലപ്പെട്ടു എന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. വലിയ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് നബി ആ വലിയ പാലക്കല്ലിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ നബിനെ, അവർക്ക് സന്തോഷമായത്. അതുകൊണ്ടൊക്കെയാണ് ഔജബത്തുൽ ഹഖ്, സ്വർഗം ലഭിച്ചു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഒരു കാരണം. പിന്നെ ഇബ്നു ഖത്തലിൻ്റെ വിഷയത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, അയാൾ മുസ്ലിമായിട്ട് മദീനയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിമായി വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പോൾ നബി എന്ത് ചെയ്തു? അയാളെ സഹായിക്കാൻ വേണ്ടി നബിൻ്റെ ഒരു സഹാബിനെ അയാളെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ അയാൾ കിടന്നുറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോഴേക്കിന് ഒരാടിനെ അറുത്തിട്ട് ശരിയാക്കണം എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അയാളങ്ങോട് കൊന്നു. മുസ്ലിമായ ആ സ്വഹാബിനെ അയാൾ കൊന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. മക്കയ്ക്ക് തന്നെ പോയി. മക്കയ്ക്ക് പോയിട്ട് അയാൾ വായടച്ച് വെച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വേറെ സംഭവത്തിൽ കാണുന്നുണ്ട്, സക്കാത്ത് പിരിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ ഒരാൾ ഉദ്യോഗസ്ഥനെ പറഞ്ഞപ്പോൾ അയാളെ കൊന്നത് ഇബ്നു ഖത്തലാണ്. നബിനെ ആക്ഷേപിച്ചിരുന്നു, നബിനെ ചീത്ത പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നബിനെയും മുസ്ലിമീങ്ങളെയും ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ച് പാട്ട് പാടാൻ വേണ്ടി 2 ഗായികമാരെ ഇയാൾ കൂലി കൊടുത്ത് നിർത്തിയിരുന്നു. 2 പാട്ടുകാരികളെ. ആ 2 പെണ്ണുങ്ങളെ പണി എന്താ വെച്ചാൽ നബിനെയും സഹാബത്തിനെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് പാട്ട് പാടുക. മക്കക്കാരെ അങ്ങോട്ട് എന്ത് ചെയ്യുക? മക്കക്കാരെ മുന്നിൽ ഇസ്ലാമിനെ പരിഹസിക്കുക. ഇത്രത്തോളം അയാൾ ചെയ്തുകൊണ്ട് നബി പറഞ്ഞു, കാബൻ്റെ വിരിമേ തൂങ്ങിന്നാലും വേണ്ടിയില്ല, അവനെ കൊന്നുകൊണ്ടേന്ന്. സഹാബികൾ പോയിട്ട് അവനവിടെ കൊന്നു. ആ സംസം കിണറിൻ്റെയും ഇതിൻ്റെയും മുന്നിൽ വെച്ചിട്ട് അയാൾ അങ്ങോട്ട് കൊന്നു. അയാൾക്ക് ഇളവ് കിട്ടിയില്ല.
വേറെ 1-2-3 ആൾക്കാരെ പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ മുസ്ലിമായി, കൊല്ലപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ. പിന്നെ വേറെ സംഭവമുണ്ട്. വേറെ കൊല്ലാൻ വേണ്ടി പറഞ്ഞൊരാളുണ്ട്, അബ്ദുല്ലാഹിബിൻ സഅദ് ബിൻ അബി സർഹ്. ഞാൻ ചെറിയ സംഭവമായതുകൊണ്ട് ഞാൻ പറയാം. മക്കൻ്റെ മുമ്പ്, മക്കയ്ക്ക് അള്ളാഹു റസൂൽ മക്ക വിജയത്തിന് മുമ്പ് അയാൾ മുസ്ലിം ആയിട്ടുണ്ട്. ഹിജറ വന്നു. മദീനയ്ക്ക് ഹിജറ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഹ്യ് എഴുതുന്ന ഒരാളായിരുന്നു മൂപ്പർ. കാരണം മൂപ്പർക്ക് എഴുത്തറിയാം. അപൂർവ്വം ആൾക്കാർക്കല്ലേ എഴുത്തറിയുള്ളൂ. അപ്പോൾ സഹാബിയാണ്. അവൻ നബി അയാൾക്കൊരു പദവി ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വഹ്യ് എഴുതുന്ന പണി, ഖുറാനൊക്കെ ഇറങ്ങുമ്പോൾ അത് എഴുതി വെക്കുന്നൊരു പണി മൂപ്പർക്ക് കൊടുത്തിരുന്നു. പല ആളുകളുടെ എഴുതാളുണ്ട്. പിന്നീട് എന്ത് ചെയ്തു, അയാൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായിട്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയി ഖുറൈശിയുടെ അടുത്തേക്ക്. എന്നിട്ട് പിന്നെ അയാൾ കള്ളത്തരം പ്രചരിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് മുഹമ്മദ് ഖുർആൻ എഴുതുന്ന പണിയൊക്കെ തന്നിരുന്നു, ഞാൻ പറഞ്ഞ മാതിരിയല്ല എഴുതിയിരുന്നത്, പല കോലത്തിലും എഴുതിയിട്ട് അസീസുൻ ഹക്കീം എന്ന് പറയുമ്പോൾ അലീമുൻ ഹക്കീം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഇസ്ലാമിന് ചതി നടത്തിയ ആളാണ്. അങ്ങനെ മക്ക വിജയത്തിൻ്റെ ദിവസത്തിൽ റസൂലുള്ളാഹി അയാളെ കൊല്ലാൻ പറഞ്ഞു. അയാളെ കൊല്ലപ്പെടുന്ന അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, തൻ്റെ സഹോദരനായ, മലകുടി ബന്ധത്തിലെ സഹോദരനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഉസ്മാൻ അള്ളാഹിൻ്റെ സഹോദരനാണല്ലോ, മൂപ്പരാരും കാണാതെ ഒളിപ്പിച്ചു. അങ്ങനെ മക്കയിലെ ഇതൊക്കെ കഴിഞ്ഞ്, ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അടങ്ങിയപ്പോൾ ഈ ഒളിപ്പിച്ച് വെച്ച ഈ ചങ്ങായിനെ, ഈ അബ്ദുല്ലാഹിബിൻ സറൈനെയും പിടിച്ച് കൊണ്ടുപോയി ഉസ്മാൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഹാജരാക്കി. എന്നിട്ട് നബിനോട് പറഞ്ഞു, നബിയെ ഇയാൾക്ക് നിങ്ങൾ അഭയം കൊടുക്കണം എന്ന് പറഞ്ഞു. മരുമകനാണ്, അബ്ദുല്ലാഹിബിൻ സഅദ് ബിൻ അബി സർഹാണ് എന്ന ആളെ അഭയം കൊടുക്കണമെന്ന് മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നബിനോട് പറഞ്ഞപ്പോൾ നബി ഒന്നും മിണ്ടിയില്ല. കുറേ നേരം ഒന്നും മിണ്ടിയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നബിൻ്റെ ഒരു വലിയ ഒരു സ്വഭാവ ഗുണം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയണത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും നബി തങ്ങളൊന്നും മിണ്ടില്ല എന്ന് കണ്ടപ്പോൾ നബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തായി, മടങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം അടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞ്, ഞാനിങ്ങനെ മിണ്ടാന്ന് എന്താന്ന് ചോദിച്ചാൽ ഉസ്മാൻ എന്നോട് അഭയം ചോദിച്ചതാണ്, അയാൾക്ക് വേണ്ടി രക്ഷ കൊടുക്കണം. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അഭയം കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളാരെയും, ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ അയാളെ കൊല്ലാൻ, നിങ്ങളാരെങ്കിലുമൊക്കെ കൊല്ലും കരുതിയിട്ട് മിണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. കൊല്ലാൻ വേണ്ടി മിണ്ടാകുന്നതാണ്, പക്ഷെ നിങ്ങളാരും കൊന്നില്ല. അപ്പോൾ ഒരു അൻസാരി സഹാബി പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നാങ്ങി കാണിച്ചാൽ പോരായിരുന്നു. ഫഹല്ല ഔമത്ത ഇലയ്യ യാ റസൂൽ, നബിയെ എന്നോട് ആ കണ്ണുകൊണ്ട് ചെറിയൊരു ആംഗ്യം കാണിച്ചാൽ മതിയായിരുന്നു. കാരണം അത്രയും ഉപദ്രവം ചെയ്ത ആളാണ് അയാൾ. വഹ്യൊക്കെ മാറ്റി എഴുതി ഇസ്ലാമിൽ നിന്ന് പുറത്തായി മുർത്തദ്ദായി മക്കയ്ക്ക് മടങ്ങി വന്ന ആളാണ്. എന്നിട്ട് ഖുറൈശികൾക്ക് മുന്നിൽ മുഹമ്മദിൻ്റെ ഖുർആനൊക്കെ ഞാൻ തെറ്റിച്ചെഴുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുരാതി പറഞ്ഞു നടന്ന ആളാണ്. എന്നോടൊന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചാൽ പോരേനോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നബിയ ലാ യൻബഗി മിൻകും ഖായിനത്തുൽ അയ്യുൻ. അങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഒരു വഞ്ചന നടത്തുന്നതൊന്നും അള്ളാഹുവിൻ്റെ നബിമാർക്ക് ചേർന്നതല്ല, അത്ര പണിയൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാഴ്ചയിൽ ഇപ്പോൾ നബി എന്താണ്, മിണ്ടാതെക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നബി മിണ്ടാതെക്കുക എന്നുള്ളത് വ്യത്യസ്തമല്ലേ. കണ്ണോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, നേരോട് പറഞ്ഞാൽ പോരെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ആ നേരെ പറയാതെ ഇതൊക്കെ ആംഗ്യ ഭാഷയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണെറിയുന്നത് അമ്പിയാക്കൾ ചോദിച്ച പണിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്തിനാണ് മിണ്ടാകുന്നത്, ആരെങ്കിലുമൊക്കെ ഇയാളെ കൊല്ലട്ടെ എന്ന് കരുതിയിട്ടും. കാരണം അഭയം കൊടുത്തില്ലല്ലോ, അഭയം ചോദിച്ചിട്ടല്ലേ ഉള്ളൂ. ഏതായാലും അയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വന്നു, നല്ല മുസ്ലിമായി മാറുകയും ഉണ്ടായി. ഇതാണ് സംഭവം. അപ്പോൾ നബി തങ്ങളെ വാള് പറഞ്ഞു, പടത്തൊപ്പി പറഞ്ഞു, പടയങ്കി പറഞ്ഞു, ഇതൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനി അത് അടുത്തത് നബി തങ്ങളുടെ തലപ്പാവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ മുത്തുനബിയുടെ ജീവിതം പകർത്തുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു